ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണ്ടേ? എന്നിട്ടേ വണ്ടി കയറാൻ പറ്റൂ. അല്ല, എന്റെ ബൈക്ക് ആരുടെയെങ്കിലും ദേഹത്ത് മുട്ടിയോ? സ്ത്രീ പീഡനത്തിന് കൂട്ടുന്നിട്ട് ന്യായം പറയുന്നു. ജീപ്പ് കയറണോ? പിടിച്ച് കേട്ടടോ ഇയാളെ. അല്ല, ആരാ സ്ത്രീ പീഡനത്തിന് കൂട്ടുന്നേ? ആരാ സ്ത്രീ പീഡനം നടത്തിയേ? അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിന്റെ ചേട്ടന്റെ ഭാര്യയില്ലേ ശ്രീദേവി, ആ സ്ത്രീയെ നിന്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടി സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് പീഡിപ്പിച്ചു. ഗാർഹിക പീഡനം. നീ നിന്റെ ചേട്ടൻ ആകാശം അതിന് കൂട്ടുനിന്നു. എല്ലാത്തിനും ഞാൻ അഴി എണ്ണിക്കും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേവി എടുത്ത് എന്റെ അച്ഛനും അമ്മയും മോളെ പോലെ നോക്കിയത്. ഞങ്ങൾക്ക് സ്വന്തം ഏടത്തിയമ്മയായിരുന്നു. എന്നിട്ട് ഏടത്തിയും വീട്ടുകാരും കൂടി ഞങ്ങളെയാണ് ചതിച്ചത്. ഓഹോ, അങ്ങനെയാണോ? വാദി പ്രതിയാവുകയാണല്ലോ. കൃത്യമായ പരാതി കിട്ടിയിട്ടുണ്ട്. ബഹളം കൂട്ടാനൊന്നുമില്ല. വന്ന് ജീപ്പ് കയറ്. കേറണോ അങ്ങോട്ട്? ചെന്ന് കേറ്. കൊണ്ടുപോ. ഞാൻ കേറടാ. അല്ല സർ, ആ ഭാഗത്തുനിന്ന് രണ്ടുപേരുടെ മൊഴി കൂടി കിട്ടാനുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് റിപ്പോർട്ട് അയക്കാം. അയ്യോ ഇല്ല സർ, ഞാൻ ഇന്ന് തന്നെ അയക്കാം. മേഡം, മേഡം ഇതൊരു വല്ലാത്ത ചതിയാണ്. ഫോണിൽ സംസാരിക്കുന്ന കേട്ടില്ലേ? മിണ്ടായിരിക്ക്. സോറി സർ, ഇവിടെ ചെറിയൊരു ഇന്ററപ്ഷൻ. ഓക്കെ സർ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്താ പറയാനുള്ളത്? മേഡം, എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ എന്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചിടരുത്. അവരെ വിട്ടയക്കണം മേഡം. ഓഹോ, അപ്പോ തെറ്റ് ചെയ്തെന്ന് താൻ സമ്മതിച്ചു? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞെന്താ? തന്നെ ശിക്ഷിച്ചോളാം. അതിനർത്ഥം തെറ്റ് ചെയ്തെന്നല്ല മേഡം, എന്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി. വേണ്ട, വളച്ചൊടിക്കണ്ട, നേരെ കാര്യം പറ. എന്റെ അച്ഛനും അമ്മയും അനിയത്തെ അനുശ്രീയും മിത്രയൊക്കെ പോലീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. മേഡം, അവരൊക്കെ ഇതിൽ വലിച്ചടിക്കേണ്ട കാര്യം എന്താ? ദേവി ഉപദ്രവിച്ചത് താൻ ഒറ്റയ്ക്കാണെന്നാണോ പറയുന്നത്? മേഡം, ഞങ്ങൾ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. പരാതിയിൽ അങ്ങനെ അല്ലല്ലോ. അത് കള്ളപ്പരാതിയാ. ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. അപ്പൊ ശിക്ഷ വരുമ്പോ എല്ലാവരും കൂടി അനുഭവിക്കണ്ടേ? അതിലെന്താ പുതുമ? മേഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക് മേഡം. അന്നവളെ കൂട്ടം കൂടി ഉപദ്രവിച്ചപ്പോ ഓർത്തില്ല അല്ലേ ഒരിക്കൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന്? ഞങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നും എത്ര തവണ പറയണം മേഡം? ദയവായിട്ടൊന്ന് വിശ്വസിക്കുക. എടോ, തന്നെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വീടിനകത്ത് ഭാര്യയെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. അവള് പരാതി കൊടുക്കുമ്പോ ആദ്യം പറയും അവള് കള്ളം പറയാണെന്ന്, പിന്നെ പറയും എന്റെ അച്ഛനും അമ്മയും പാവങ്ങളാണെന്ന്. അവസാനം കേസ് കൈവിട്ട് പോകുന്നു തോന്നുമ്പോ കാല് പിടിക്കും. ഗാർഹിക പീഡന കേസിൽ വരുന്നവരുടെ സ്ഥിരം നമ്പറായത്. അത് തന്നെയാ താനിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേഡം, എന്ത് അടിസ്ഥാനത്തിലാ മേഡം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മുമ്പിലുള്ള പരാതിയാ അതിനടിസ്ഥാനം. ഒരു പരാതി കിട്ടിയാൽ മാത്രം മതിയോ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോന്ന് അന്വേഷിക്കണ്ടേ? ആരോടൊന്നും ചോദിക്കാതെ എന്റെ കുടുംബത്തെ മുഴുവൻ സ്റ്റേഷനിലേക്ക് വലിച്ചുകൊണ്ട് വന്നു. താനെന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാണോ? മേഡം, നിയമം പഠിപ്പിക്കൊന്നുമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് മേഡം ഒന്ന് കേൾക്കണമെന്നാ പറയുന്നത്. കേൾക്കും, അതിനുള്ള സമയത്ത് കേൾക്കും. അപ്പോ അതുവരെ എന്റെ അച്ഛനും അമ്മയും എന്ത് തെറ്റാ ചെയ്തെന്നറിയാതെ ഇവിടെ ഇരിക്കണോ? ദേവി എന്ത് തെറ്റാ ചെയ്തെന്നറിയാതെ തന്റെ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. തന്റെ വീട്ടുകാരുടെ വിഷമം മാത്രമേ താൻ കാണുന്നുള്ളൂ. ഇതിനേക്കാൾ ബുദ്ധിമുട്ട് തന്റെ ഭാര്യ തന്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ ഇങ്ങനൊരു പരാതി ആ കുട്ടി തരില്ലല്ലോ. ആ കുട്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും താൻ ചോദിച്ചില്ലല്ലോ. മേഡം, അവൾ പറയുന്ന ഒന്നും സത്യമല്ല. അത് താൻ തീരുമാനിച്ച മതിയോ? എനിക്കറിയാം മേഡം, അവളെന്റെ ഭാര്യയാ. അവളുടെയും അവളുടെ കുടുംബക്കാരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയാണ് പ്രശ്നം. ഭാര്യ ആയതുകൊണ്ട് അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് താൻ പറയുന്നതാണ് സത്യം, അവള് പറയുന്നത് കള്ളം അല്ലേ? പല പുരുഷന്മാരുടെയും ധാരണ അതാ, കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ ജീവിതം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്ന്. മേഡം, എന്നെ ആ കൂട്ടത്തിൽ ചേർക്കരുത്. ചേർക്കണോ വേണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയും. ശരി,
ഞാൻ പറയുന്ന ഒന്നും വേണം വിശ്വസിക്കണ്ട. എന്റെ പേരിൽ എന്ത് കുറ്റം വേണമെങ്കിലും ചുമത്തിക്കോ. എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ഞാൻ ഏറ്റെടുക്കാം. പക്ഷെ എന്റെ അച്ഛനെയും അമ്മയും അനുശ്രീയും മിത്രയും അവരെയെല്ലാം ഒന്ന് വിട്ടയക്കണം മേഡം. അവരെ ഇതിലേക്ക് വലിച്ചിടരുത് പ്ലീസ്. താൻ തന്റെ കുടുംബത്തിന് വേണ്ടി വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. തെറ്റ് ചെയ്തവരാരായാലും അവർ ശിക്ഷ അനുഭവിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ അത് അന്വേഷണത്തിൽ തെളിയും. തന്റെ സൗകര്യത്തിന് ഒരാൾ എല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിട്ടയക്കാൻ ഇത് കുടുംബയോഗം അല്ല, പോലീസ് സ്റ്റേഷനാ. മേഡം മതി. തന്റെ 2 സഹോദരന്മാരും കൂടി ഉണ്ടല്ലോ, ആര്യനും ആകാശും. അവരും കൂടി വരട്ടെ, പരാതിക്കാരും വരട്ടെ. എല്ലാവരുടെ മുന്നിലെടുത്ത് ചോദിക്കും ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് സത്യം പറയുന്നതെന്നും. അതുവരെ ഇവിടെ ഒച്ച ഉണ്ടാക്കണ്ട. പുറത്ത് കേട്ടില്ലേ? പുറത്തു പോകാൻ. നിങ്ങൾ തെറ്റുകാരല്ല മേഡം. അത് തെളിയുന്നത് വരെ നിരപരാധികളായ എന്റെ കുടുംബം അനുഭവിക്കുന്നത് കണ്ടു നിൽക്കേണ്ട എന്റെ നിസ്സഹായ അവസ്ഥ മേഡം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാനിപ്പോൾ എത്തും. ഒരു 5 മിനിറ്റ്. ആര്യ, എന്താ കാര്യം? നിന്നെന്തിനാണ് പോലീസ് വിളിച്ചേ? അതകത്തിരുന്ന് തന്നെ അനിയൻ പറഞ്ഞു തരും. ജീപ്പ് കയറ്. എന്താ മേഡം കാര്യം? ഏട്ടൻ കയറ്. ദേവി എടുത്ത് നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. പിടിച്ചു കേട്ടോ. മേഡം ഞങ്ങൾ ചെയ്തിട്ടില്ല സാർ, പറയട്ടെ. അമ്മേ, നിങ്ങളിതെങ്ങോട്ടാ? ഞങ്ങൾ ഒരാളെ കാണാൻ പോവാ മോളെ. പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ഇന്നലെ അച്ഛനും അമ്മയും കൂടി ഇതുപോലെ ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ? ഇന്നും 2 പേരും കൂടി ഇറങ്ങുന്നു. സത്യമായിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറഞ്ഞേ. മോളെ, ഞങ്ങൾ പോകുന്നത് നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. നിന്നെ എത്രയും പെട്ടെന്ന് ദേവമംഗലത്ത് തിരിച്ചെത്തിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ 2 പേരുടെ ഈ രീതിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ. എന്താ മോളെ ഇത്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ ഇനി അടുത്ത കുഴപ്പമുണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നാ എന്റെ സംശയം. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ദേവമംഗലത്തുകാർക്കെതിരെ നിങ്ങൾ ഒരു നീക്കവും നടത്താൻ പാടില്ല. കേസിനോ വഴക്കിനോ ഒന്നിനു പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. മോളെ, നിന്റെ ഭാവി നന്നാവണമെന്നുള്ള ആഗ്രഹം മാത്രമേ അച്ഛനും അമ്മയ്ക്കും ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, ഇനി നിന്നോടൊരു സത്യം പറയാം. ഞങ്ങളൊരു വക്കീലിനെ കാണാൻ പോവാ. വക്കീലിനെയോ? എന്തിന്? നിങ്ങൾ കേസ് കൊടുക്കാൻ പോവാ? ഞാനിതൊന്നൊരിക്കലും സമ്മതിക്കില്ല. മോളെ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ എന്തോ ഒരു പ്ലാനിങ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. ദേവി,
ഞങ്ങൾ പറയുന്നതൊന്ന് സമാധാനമായിട്ട് നീ കേക്ക്. കേസ് കൊടുക്കാൻ വേണ്ടിട്ടല്ല വക്കീലിനെ കാണുന്നത്. പിന്നെന്തിനാ? പിന്നെന്തിനാന്ന്? ഉദേട്ടാ, ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. മോളെ, നീ ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കും. അച്ഛൻ പറയുന്നത് നീ സ്വസ്ഥതയോടെ ഒന്ന് കേക്ക്. ദേവമംഗലത്തുകാർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുന്നില്ല. മോളെ, തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ? പിന്നെ നമ്മളെങ്ങനെ അവർക്കെതിരെ കേസ് കൊടുക്കുന്നേ? ആ, അങ്ങനെ ഒരു അബദ്ധം അച്ഛനും അമ്മയും ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെന്തിനാ നിങ്ങളിപ്പോ വക്കീലിനെ കാണുന്നത്? എന്തിനാന്ന്? അതെ, നിന്നെ ദേവമംഗലത്തേക്ക് തിരിച്ചെത്തിക്കാൻ നിയമപരമായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോന്ന് അറിയാനാ. ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? നീ അവന്റെ ഭാര്യയാ. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരില് നിന്നെ ഉപേക്ഷിക്കാനോ വേണ്ടെന്ന് വെക്കാനോ ആനന്ദിന് കഴിയില്ല. മോളെ, നിന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് തിരികെ എത്തിക്കണം. അതിന് നിയമപരമായി എന്തെങ്കിലും സഹായം കിട്ടുമെന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ പോകുന്നത്. അല്ലാതെ നീ തെറ്റിദ്ധരിച്ചതുപോലെ കേസിനോ വഴക്കിനോ ഒന്നും അല്ല മോളെ. മോളെ, അച്ഛനെയും അമ്മയും നീ ഒന്ന് വിശ്വസിക്ക. നിനക്ക് ദോഷം വരുന്നത് ഒന്നും ഞങ്ങൾ ചെയ്യില്ല. അച്ഛാ, ദേവമംഗലത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഇല്ല മോളെ, ഇല്ല. ദേ, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് വരാം. ശരി മോളെ. മോളെ, വാതിലടച്ചിരുന്നോണം കേട്ടോ. അല്ല, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്ത് കേസാണെങ്കിലും പറയണ്ടേ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ മേഡം. അല്ല, പറഞ്ഞുതരാം. അച്ഛാ, അമ്മേ, എന്താ ഇവിടെ നടക്കുന്നത്? ഇവരെയും കൊണ്ടുവന്നോ? ഇവരെന്തിനാ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? ഇവര് ദേവിയോട് എന്ത് തെറ്റിയെന്ന് ആ പരാതി എഴുതിയിരിക്കുന്നത്? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഓരോരുത്തരെയായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ട് നിർത്തുന്നതാണോ നിങ്ങളുടെ അന്വേഷണം? എടോ, തന്റെ വീട്ടുകാരുടെ പേരെല്ലാം പരാതിയിലുണ്ടെന്ന് എത്ര പ്രാവശ്യം പറയണം? നിങ്ങളിൽ ആരൊക്കെ ദേവിയോട് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കാനാ എല്ലാത്തിനും ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ ആ പരാതി എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും സത്യമല്ല. അത് മനസ്സിലാക്കാതെയാ നിങ്ങൾ ചെയ്തു കൂട്ടുന്നൊക്കെ. ശബ്ദം താഴ്ത്ത്. എന്റെ അനിയന്മാർ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ? ഏട്ടാ, എന്ത് പരാതിയാ? ആർക്കെതിരേക്കാ പരാതി കൊടുത്തേ? എടുത്തി നമുക്കെതിരെ പരാതി കൊടുത്തു. ഇതാ ഉദയഭാനു, അയാളുടെ പരിപാടിയാ. മതി, എല്ലാവരും ഒന്ന് അടങ്ങ്. അവര് നമ്മളോട് ചെയ്ത കണ്ടില്ലേ? കണ്ടു. പക്ഷെ നീ ഇങ്ങനെ ചൂടായ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ആര്യ, ആകാശെ, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. നിങ്ങളിവിടെ മിണ്ടാതെ നിന്നോണം. ഇവരെല്ലാരും കൂടി ചേർന്ന് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളിവിടെ മിണ്ടാതെ നിന്നോണം. ഇവരെല്ലാരും കൂടി ചേർന്ന് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പ്രതികരിക്കുന്നത് അതിനുശേഷം മതി. മനസ്സിലായല്ലോ? മിത്രേ, നിന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏടത്തെ അപമാനിച്ചവരുടെ കൂട്ടത്തിൽ താനും ഉണ്ടോ? എന്റെ പേര് വേട്ടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കണ്ട ആളാ. ആനന്ദേട്ടൻ പറയുന്നത് ശരിയാ. മനുഷ്യരെ വിശ്വസിക്കരുത്.
സാരമില്ല, പോട്ടെ. അവരിങ്ങോട്ട് വരട്ടെ. വല്ലട്ട, എനിക്ക് ചോദിക്കാനുണ്ട്. ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കി അവരുടെ മോളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ആ കള്ളം കാരണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ നടന്നത്? അവൾ ഒരുത്തി കാരണം എന്റെ അനിയൻ പോലും കുടുംബത്തിൽ നിന്ന് പുറത്തായി. നമ്മുടെ വീടിന്റെ സമാധാനം മുഴുവൻ പോയി. എന്നിട്ടും ഞാൻ ദേവിയെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളിക്കളയണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാലേട്ട. അവള് ചെയ്ത തെറ്റിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കട്ടെ. 1-2 ആഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവരാം. അതായിരുന്നു എന്റെ മനസ്സിൽ. നമ്മുടെ മോന്റെ ജീവിതം തകർത്തവരോട് പോലും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായതല്ലേ ബാലേട്ട? എന്നിട്ടിപ്പോ നമ്മളെ കുറ്റക്കാരാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും കേസ് കൊടുക്കേണ്ടത് നമ്മളല്ലേ? അവളുടെ മനസ്സിൽ നമ്മളോട് ഇത്രയും പകയുണ്ടായിരിക്കുന്നു ഞാൻ കരുതിയില്ല ബാലേട്ട. എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ സ്നേഹിച്ചതല്ലേ അവള്? സ്റ്റേഷനിൽ കിടന്ന് കരച്ചിലും ഒച്ചപ്പാടൊന്നും വേണ്ട. ഇതേ നിങ്ങളുടെ വീടൊന്നും അല്ല. എല്ലാരും മിണ്ടാതെ അവിടെ നിൽക്കി. മാഡം, അപ്പച്ചി പറയുന്നത് വിഷമം കൊണ്ടാ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഇവിടെ ആരും പ്രസംഗിക്കണ്ട. ഞാൻ പറയുന്ന കേട്ടവിടെ നിൽക്കി. ഞാൻ കാരണമല്ലേ നിങ്ങളല്ല ഇതിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത്. നിങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് ഞാൻ കാരണോ? എന്താടാ നീ പറയുന്നത്? നീയും നമ്മുടെ കുടുംബവും ഈ അവസ്ഥയിൽ നിൽക്കാൻ കാരണക്കാരൻ ഞാനല്ലേ? എടാ, നിനക്കൊരു പ്രശ്നം വന്നാ അത് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമല്ലേ? എടാ, നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണോ നീ കരുതിയത്? മോനെ, നീ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട്. കേട്ടല്ലോ, ഏട്ടൻ സമാധാനപ്പെട്. ആ പോലീസുകാരുണ്ടല്ലോ, അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതുറപ്പാ. പോലീസ് സ്റ്റേഷനായി പോയി. ആകാശേട്ട ഒന്ന് അടങ്ങി നിക്ക്. ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? കേസ് എങ്ങനെ നേരിടണമെന്ന് പ്ലാൻ ചെയ്യുമായിരിക്കുമല്ലേ? എന്താ എല്ലാത്തിന്റെ നാക്കങ്ങ് ഇറങ്ങിപ്പോയോ? ഞങ്ങള് പ്ലാൻ ചെയ്യൊന്നും അല്ല മാഡം. ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കുന്നതിന് നിയമത്തിൽ വിലക്കൊന്നുമില്ലല്ലോ. പരാതി കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറ്റക്കാരാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഭാഗം പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് കേൾക്കാനുള്ള ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ ഭാഗം കേൾക്കേണ്ട സമയത്ത് കേട്ടോളാം. ഇപ്പൊ എല്ലാരും മിണ്ടാതെ അവിടെ നിൽക്ക്. ചേച്ചി, വൈകാതെ ഞങ്ങൾ ചില സമ്മാന പദ്ധതികളൊക്കെ തുടങ്ങുന്നുണ്ട്. 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ഓരോ മാസവും കൂപ്പൺ നറുക്കിട്ട് സ്കൂട്ടർ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. അത് കൊള്ളാലോ. ചേച്ചി, ഇത് ഞങ്ങളുടെ കടയല്ല, കസ്റ്റമേഴ്സിന്റെ സ്ഥാപനം. ഇടപാടുകാരുടെ സന്തോഷ ഞങ്ങളുടെ സന്തോഷം. ചേച്ചി, എന്ത് സാധനം വാങ്ങണമെങ്കിലും അതിന് മുട്ടുസൂചിയാണെങ്കിലും ഇന്ദിരാ സ്റ്റോഴ്സ് എന്നുള്ള പേര് മറക്കണ്ട. നീ ഇതെന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? നറുക്കെടുപ്പോ? സമ്മാന പദ്ധതിയോ? ഈ നാട്ടിൽ നമുക്ക് മാത്രം കച്ചവടം നടത്തിയാൽ മതിയെന്നാണോ? നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയാ ബാക്കിയുള്ളവരും കട തുടങ്ങിയിരിക്കുന്നത്. ദേ,
അനാവശ്യമായി സമ്മാനങ്ങൾ കൊടുത്ത് കസ്റ്റമറെ പിടിക്കുന്നതേ മര്യാദയല്ല. എന്റെ ധർമ്മേട്ട, നാടോടുമ്പോ നടുവേ ഓടണം. ഇത് പരസ്യത്തിന്റെ കാലോ. പച്ചവെള്ളം പോലും പരസ്യം കണ്ടിട്ടാ ജനങ്ങൾ വാങ്ങുന്നത്. സമ്മാന പദ്ധതി, ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറയുന്നതേ മലയാളികളുടെ വീക്ക്നെസ്സാ. ഈ പദ്ധതി തുടങ്ങിയാലേ കൊടുക്കുന്ന സാധനത്തിന്റെ ഗുണവും തൂക്കവും ഒന്നും ആളുകൾ ശ്രദ്ധിക്കില്ല. ആ പിന്നെ പരസ്യത്തിന് ചെലവാവുന്നത് കൂടി നമ്മൾ പിടിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ നാവും. നോക്ക്, ഇതേ എന്റെ അമ്മയുടെ പേരിലുള്ള കടയാ. ആ കടയിൽ ഇതുപോലുള്ള കള്ളക്കച്ചവടം നടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. എങ്ങനെ ഗോമതി സ്റ്റോർ പൂട്ടിക്കണം, അതല്ല നിന്റെ ഉദ്ദേശം? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. ഗോമതി സ്റ്റോർ പൂട്ടി പോവും. എന്താ പറഞ്ഞേ? ഗോമതി സ്റ്റോർ പൂട്ടി പോകുന്നു? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ അളിയനും വീട്ടുകാരും അകത്തായി. ഏട്ടത്തി ഒരിക്കലും നമുക്കെതിരെ പരാതി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഉദയഭാനുവങ്ങളും ശ്രീകല ആന്റിയും കൂടി ചേർന്നുണ്ടാക്കിയ ട്രാപ്പാ. പക്ഷേ അവള് ദേവമംഗലത്തെ ബാലനെയും ഗോമതിയെയും എവിടെയാ കൊണ്ടെത്തിച്ചെന്ന് നീ കണ്ടോ? ഈ അപമാനത്തിന് എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കണക്ക് ചോദിച്ചിരിക്കും.